സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് കാണാൻ പോകുന്നത്. അതിന് ബെൽമാൻ ഫോർഡ് അൽഗോരിതം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാൻ സാധിക്കും. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് ഡയറക്റ്റഡ് ആയിട്ടുള്ള എഡ്ജുകൾ കാണാൻ സാധിക്കും. അതേപോലെ ചില എഡ്ജുകൾക്ക് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള വെയിറ്റ് ആണുള്ളത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ഡൈസ്ട്രാസ് അൽഗോരിതം യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. പക്ഷേ ഈ നെഗറ്റീവ് എഡ്ജ് അവിടെ കൺസിഡർ ചെയ്യില്ല. എറേഴ്സ് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഈ കേസിൽ ബെൽമാൻ ഫോർഡ് അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ പേര് പറയുന്ന പോലെ തന്നെ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുകയാണ്. എവിടെ നിന്ന്? ഓരോ വെർട്ടെക്സിൽ നിന്നും ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിലേക്കുമുള്ള ഏറ്റവും ചെറിയ പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ അൽഗോരിതം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന വെർട്ടെക്സുകളുടെയും എഡ്ജുകളുടെയും പ്രത്യേകത നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യുന്നത് എത്ര വെർട്ടെക്സ് ഉണ്ടോ അതേ -1 ടൈംസ് റിലാക്സേഷൻ എന്നുള്ളൊരു പ്രൊസീജിയർ ചെയ്യും. ഓക്കെ, ഇവിടെ എത്ര എഡ്ജസ് ഉണ്ട്? ഇവിടെ എത്ര വെർട്ടെക്സുകളുണ്ട്? ഇവിടെ 1, 2, 3, 4, 5, 6, 7 വെർട്ടെക്സുകളുണ്ട്. അതായത് നമ്പർ ഓഫ് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണുള്ളത്? ഇവിടെ 7 ആണുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് n-1 അല്ല n-1, അതായത് 6 തവണയാണ് നമ്മൾ ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ 6 എന്നുള്ള നമ്പർ കിട്ടിയത്? അതായത് ഒരു വെർട്ടെക്സിൽ നിന്നും ഏറ്റവും ദൂരെയുള്ളൊരു വെർട്ടെക്സിലേക്ക് പരമാവധി എത്ര എഡ്ജ് വരാം. ഇപ്പോൾ ഉദാഹരണം 7 എടുക്കുക, സോഴ്സ് 1 എടുക്കുക, ഡെസ്റ്റിനേഷൻ 7 എടുക്കുക. ഇവിടെ നമുക്ക് 1, 2, 3 എഡ്ജുകൾ വഴി 7ലേക്ക് എത്താം അല്ലേ? ഒന്നെങ്കിൽ ഇങ്ങനെ ആകാം, ഒന്നിൽ നിന്നും 3, 5, 7 വരാം. 1, 3, 2, 5, 7, അതേപോലെ 1, 4, 3, 2 ഇങ്ങനെയൊക്കെ വരാം അല്ലേ? അപ്പോൾ ഈ വരാൻ സാധിക്കുന്ന ഏറ്റവും ദൂരെയുള്ള എഡ്ജ് എങ്ങനെയാകാം? സപ്പോസ് 4 വെർട്ടെക്സ് എടുക്കുന്നതായിരിക്കുക. 1, 2, 3, 4 വെർട്ടെക്സ് ഉണ്ട്. ഒന്നിൽ നിന്ന് 4ലേക്ക് പോകണം. ഒന്നിൽ നിന്ന് നേരെ ഇങ്ങനെ പോകാം, പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ള പാത്ത് ഇല്ലാന്ന് ഇരിക്കുക. മാക്സിമം എത്ര വരാം? ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാക്സിമം ഇങ്ങനെ ഒരു പാത്ത് വരാം. അവിടെ എത്ര എണ്ണം വന്നു? എത്ര എഡ്ജസ് വന്നു? 4 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ 3 എഡ്ജ് അവിടെ വരിക അല്ലേ? പരമാവധി വരാൻ പറ്റുന്നത് ഇത്രയാണ്. അതായത് 4 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 3 എഡ്ജ് കൊണ്ട് നമുക്ക് ഏറ്റവും ദൂരെയുള്ളൊരു വെർട്ടെക്സിലേക്ക് ചെല്ലാൻ സാധിക്കും. തിരിച്ച് ഒന്നോടെ വന്നു കഴിഞ്ഞാലോ അത് സൈക്കിളായിപ്പോവും, തുടക്കത്തിൽ തന്നെ തീരും. അതിൽ പ്രസക്തിയില്ല ഇവിടെ. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് 5 വിചാരിക്കുക. 1, 2, 3, 4, 5 വെർട്ടെക്സ് ഉണ്ടെന്ന് വെച്ചോ. 1 നിന്ന് 5ലേക്ക് നേരെ പാത്തില്ല എങ്കിൽ പോലും 2, 3, 4, 5 ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഡയറക്റ്റഡാണ്. ഇത്തരത്തിലൊരു പാത്ത് ഉണ്ടെങ്കിൽ പരമാവധി എത്ര എഡ്ജസ് വരാം? 1, 2, 3, 4, 5-നകത്ത് 4 എഡ്ജ് അല്ലേ? 1, 2, 3, 4 എഡ്ജ് കൊണ്ട് ഏറ്റവും ദൂരെയുള്ള ഒരു പോയിന്റിലേക്ക് വരാം. അപ്പോൾ അതാണ് ഇവിടെ നമ്മളിവിടെ 6 എണ്ണം എന്നിവിടെ എടുക്കാൻ കാരണം. പരമാവധി വരാൻ പറ്റുന്ന ഇത്തരമുള്ള 6 എഡ്ജുകളാണ്. അപ്പോൾ നമ്മൾ എല്ലാ പോസിബിലിറ്റിയും നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുക? ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് റിലാക്സേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. എന്താണ് റിലാക്സേഷൻ എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് കേസിൽ ഞാനിവിടെ 1 എന്നുള്ളതിനെ ഞാൻ സോഴ്സായിട്ട് എടുക്കുകയാണ്. ഇതാണ് സോഴ്സ്. ഞാൻ സോഴ്സിനെ തൽക്കാലം U എന്ന് വിളിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ എന്നുള്ളത് 2 ആണ്. 2നെ ഞാൻ V എന്ന് വിളിക്കുകയാണ്. ഓക്കെ, V. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സോഴ്സ് 1 ആണ്. ബാക്കിയുള്ള എല്ലാത്തിലേക്കുള്ള ദൂരം ഞാൻ ഇൻഫിനിറ്റി എന്ന് രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഈ മാർക്കിംഗ് എല്ലാം കൂടെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി വേറൊരു നിറം വെച്ചിട്ട് ഞാൻ ഇൻഫിനിറ്റി എന്ന് മാർക്ക് ചെയ്യുകയാണ്. ബാക്കിയുള്ള എല്ലാ വെർട്ടെക്സിലേക്കുള്ള ദൂരം ഇൻഫിനിറ്റി ആക്കി. ഇനി 1ൽ നിന്നും 2ലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്ത് സെലക്ട് ചെയ്യുകയാണ്. ഏത് പാത്ത്? ഈ കാണുന്ന എഡ്ജ് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 6 എന്നുള്ളതാണ് അതിൻ്റെ കോസ്റ്റ് അല്ലേ? അപ്പോൾ എത്രയാണോ നമ്മൾ ഈ എടുക്കുന്ന എഡ്ജിൻ്റെ കോസ്റ്റ്, ആ കോസ്റ്റ് ഇവിടെ എത്താനുള്ള ഇവിടുത്തെ വാല്യൂ, ഈ ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂവിനെ, അല്ലെങ്കിൽ ഇവിടെ എന്താണോ വാല്യൂ ഉള്ളത്, ഭാവിയിലെ ഐറ്ററേഷനിൽ കാണാൻ സാധിക്കും, എന്താണോ വാല്യൂ ഉള്ളത് അതിനേക്കാളും ചെറുതാണെങ്കിൽ ഈ വാല്യൂ നമ്മൾ മാറ്റിയിട്ട് അവിടെ ഈ എഡ്ജിൻ്റെ വാല്യൂ ആക്കും. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഇത് സോഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് 0 ആണ്. ഓക്കെ, 1ൽ നിന്നോ സോഴ്സ്
ഒന്നായതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര ദൂരം വേണം? ഡിസ്റ്റൻസ് 0 മതി അല്ലേ. ഒന്നിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് 0 ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. അതിൻ്റെ കൂടെ അതിലേക്ക് വരാനുള്ള ഈ വിയിലേക്ക് വരാനുള്ള ദൂരം 6 കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇവിടെയുള്ള വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ ആ വാല്യൂ വെച്ചിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1 എത്താൻ വേണ്ടിയിട്ട് 0 സഞ്ചരിച്ചാൽ മതി, തുടക്കം ഇതായതുകൊണ്ട് അല്ലേ. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് 1 ഞാൻ തൽക്കാലം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് യു എന്നാണ് വിളിക്കുക. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഓഫ് യു എന്ന് വിളിക്കാം. ആ ഡിസ്റ്റൻസ് ഓഫ് യു 1 എത്താനുള്ള ദൂരം എത്രയാണ്? 0 സ്റ്റാർട്ടിങ് അതായതുകൊണ്ട് 0 ഇട്ടു. പ്ലസ് ഇനി എന്താ ചെയ്യുന്നത് പറഞ്ഞേ? പ്ലസ് കോസ്റ്റ് ഓഫ് യു വി. യു 1 വെർട്ടെക്സ് ആണ്, വി എന്ന് പറയുന്നത് 2 വെർട്ടെക്സ് ആണ്. അപ്പോൾ അതിലേക്ക് ഈ വിയിലേക്ക് എത്താനുള്ള കോസ്റ്റ് എത്രയാണ്? 6 അല്ലേ. സി ഓഫ് യു വി, കോസ്റ്റ് ഓഫ് യു വി, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ദൂരം അത് 6 ആണ്. ഇനി അത് എന്തിനേക്കാളും ചെറുതാണെന്നാണ് പറഞ്ഞത്? ഡിസ്റ്റൻസ് ഓഫ് വി എത്രയാണ്? ഇതിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ഇൻഫിനിറ്റി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഡി വി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡി യുവിൽ നിന്നും ഡി വിയിലേക്കുള്ള പാത്ത് എടുത്തതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓൾറെഡി ഉള്ള പാത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പാത്തിനേക്കാളും വലുതാണെങ്കിൽ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യും അല്ലേ. അതായത് ഡിസ്റ്റൻസ് ഓഫ് വി, അതായത് ഈ ഡിസ്റ്റൻസ്, അതായത് ഇൻഫിനിറ്റി എന്നുള്ളത് നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും? ഇപ്പോൾ ഓൾറെഡി ഉള്ളതിനേക്കാളും നല്ലൊരു പാത്ത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, ഏറ്റവും വെയിറ്റ് കുറവുള്ള പാത്ത്. ഡിസ്റ്റൻസ് ഓഫ് യു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടു 0 ആണത്. 0 പ്ലസ് കോസ്റ്റ് ഓഫ് ഈ പാത്തിൻ്റെ ഈ എഡ്ജിൻ്റെ വാല്യൂ, കോസ്റ്റ് ഓഫ് യു വി അതെത്രയാണ്? കോസ്റ്റ് 1 നിന്നും യുവിൽ നിന്ന് വിയിലേക്ക് പോകാനുള്ളത് 6. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഇപ്പോൾ ഇൻഫിനിറ്റി എന്നുള്ളത് മാറ്റി ഇവിടെ എന്താക്കണം? ഈ ഡി വിയുടെ വാല്യൂ എന്താക്കണം? 6 ആക്കണം അല്ലേ. അതായത് ഇൻഫിനിറ്റി എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കിവിടെ 6 ആക്കാൻ പറ്റും. ഇനി ഇതിനെ യു ആയിട്ട് എടുത്തോ. ഇതിനെ യു ആയിട്ട് എടുക്കുക, ഇതിനെ വി ആയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും? നീ നേരത്തെ ഈ പറഞ്ഞ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഓഫ് യു, ഇനി ഇതാണ് യു അല്ലേ. ഡി ഓഫ് യു എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈ വരുന്ന 1 നിന്നും 2 വരാനുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അതായത് ഈ പോയിന്റിലേക്കുള്ള ദൂരം 6 പ്ലസ് ഇനി വിയിൽ ഇതാണ് വി, ഇനി ഇതാണ് യു, ഇതാണ് വി, പഴയ കേസ് മാറി. ഇനി വിയിലേക്ക് വരാനുള്ള ദൂരം എത്രയാണ്? -1 ആണ്. കോസ്റ്റ് ഓഫ് യു എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ എഡ്ജിൻ്റെ വെയിറ്റ് നോക്കുക, -1 ആണ്. അത് ലെസ് ദാൻ ഡി ഓഫ് ഇ ആണോ? ഡി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. അത് നോക്കുമ്പോൾ ശരിയാണ്, ഇൻഫിനിറ്റിയെക്കാളും ചെറിയ വാല്യൂ 5 ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. 5 ആണ് ഇങ്ങോട്ടുള്ള ദൂരം. ഇവിടെയുള്ള 6 കൊണ്ട് -1 അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് 5 ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ 1 നിന്നും 5 വരികയാണ്. അതായത് ഡിസ്റ്റൻസ് പ്ലസ് ഈ എഡ്ജിൻ്റെ നീളം. അപ്പോൾ അങ്ങനെയാണ് എന്ത് വേണം? ഡി വി ഈക്വൽസ് ഡി യു പ്ലസ് ഡി യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി യു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന ഡി യു 6 പ്ലസ് കോസ്റ്റ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും ഇങ്ങോട്ട് പോകാനുള്ള ദൂരം അത് -1 ആണ്. അതായത് 5 ആണ്. ഈ 5 എന്നുള്ളതായിരിക്കും ഇനി ഡി ഓഫ് ഇ 5. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് കോസ്റ്റ് എന്ന് മനസ്സിലായി കാണും. നമുക്കിനി ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ വെർട്ടെക്സുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 - 1 ഇവിടെ 7 വെർട്ടെക്സ് ആയതുകൊണ്ട് 6 തവണ ഇതെങ്ങനെയാണ് റിലാക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എല്ലാ എഡ്ജസും എടുത്തിട്ടുണ്ട്. 1 നിന്ന് 2, 1 നിന്ന് 3, 1 നിന്ന് 4. 1 നിന്നുള്ള 3 ആദ്യം എടുത്തു. അതിനുശേഷം 2 നിന്നും 5 പോകുന്നുണ്ട്. 2 നിന്ന് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിനുശേഷം 3 വെർട്ടെക്സ് എടുത്തു. 3 നിന്നും 2 പോകുന്നുണ്ട്, 3 നിന്നും 5 പോകുന്നുണ്ട്. ഈ 3 നിന്നുള്ള 2 എടുത്തു. അതിനുശേഷം പിന്നെ 4 നിന്ന് 6 പോകുന്നുണ്ട്, 4 നിന്നും 3 പോകുന്നുണ്ട്. ആദ്യം 4 നിന്നും 3 എടുത്തു, അതിനുശേഷം 4 നിന്ന് 6 എടുത്തു. അടുത്ത് 5 ആണ്. 5 നിന്നും 7 മാത്രമേ ഉള്ളൂ. അതിനുശേഷം 6 വെർട്ടെക്സ് എടുത്തു. 6 നിന്നും 7 മാത്രമേ എഡ്ജുള്ളൂ. അപ്പോൾ എല്ലാ എഡ്ജസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 10 എഡ്ജസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ കേസും നോക്കാം. അപ്പോൾ ഈ ഓർഡറിൽ തന്നെ പോകാം. ആദ്യം യു വി ആ ഓർഡറിലാണ് പോവുക. അപ്പോൾ ആദ്യം 1 എന്നുള്ളത് യു ആക്കി എടുത്തു, 2 എന്നുള്ളത് വി ആക്കി എടുത്തു. അപ്പോൾ എടുക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഇൻഫിനിറ്റി ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 1 നിന്നും 6 ദൂരം ഉണ്ടെങ്കിൽ 2 പോകാം.
ഇവിടെ അപ്പോൾ ഇൻഫിനിറ്റി കിടക്കുന്നത് നമുക്ക് ആ ഇൻഫിനിറ്റി മാറ്റി 6 എന്ന് എഴുതാം. കാരണം ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ അതിനേക്കാളും ചെറിയൊരു വേറൊരു വാല്യൂ കിട്ടിയതുകൊണ്ട് മാറ്റാൻ സാധിക്കും. അതിവിടെ 6 എന്ന് എഴുതാൻ പറ്റും. അതിനുശേഷം നമ്മൾ 2 നിന്നും അടുത്ത 1 നിന്നും 3 3 നിന്നും 3 ഇൻഫിനിറ്റി കിടക്കുന്നത് അത് മാറ്റി നമ്മൾ ഈ 5 എന്നുള്ള വാല്യൂ എഴുതും. അതിനുശേഷം 1 നിന്നും 6 ആ ഈ ഓർഡർ തന്നെയാണ് നമുക്ക് നോക്കി പോകേണ്ടത്. 1 നിന്നും 4 ഇൻഫിനിറ്റി കിടക്കുന്നത് നമ്മളത് മാറ്റി ഈ വെയിറ്റ് 5 എന്നുള്ളത് ഇടും. ഓക്കെ, അടുത്ത് നമ്മൾ 2 നിന്നും 5 നിന്നും 5 ഇപ്പം നിലവിൽ ഇൻഫിനിറ്റിയേക്കാളും ചെറിയൊരു പാത്ത് കാണാം. അതായത് ഡിസ്റ്റൻസ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 6 -1 വരുമ്പം നമ്മൾ കഴിഞ്ഞ കേസിൽ കണ്ടിരുന്നു 5 എന്നുള്ള വാല്യൂ ആണ് കണ്ടിരുന്നത് 5. അടുത്ത് നമുക്ക് 3 നിന്നും 2 ഈ ഓർഡറിൽ തന്നെയാണ് പോകേണ്ടത്. 3 നിന്നും 2 -2 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 3ൻ്റെ വെയിറ്റ് 5 -2 വരുമ്പം ഇവിടെ 3 എന്നാക്കാൻ പറ്റും. അതായത് ഈ 6 എന്നുള്ളത് നേരത്തെ കിട്ടിയ 6 മാറ്റി അതിനേക്കാളും ചെറിയൊരു ഡിസ്റ്റൻസ് 5 -2 3 എന്നുള്ള വാല്യൂ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം 3 2 എടുത്ത് 3 5 3 നിന്നും 5 എടുത്തു. 3 നിന്നും 5 ഡിസ്റ്റൻസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 5 ഇവിടെ കിടക്കുന്നത്. ഡിസ്റ്റൻസ് ഓഫ് 3 5 കിടക്കുന്നത്. 5നേക്കാളും ചെറിയ വാല്യൂ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. 5 നിന്നും 3 5 എന്ന് പറയുമ്പോൾ 5 + 1 ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഈ 5 എന്നുള്ളത് തന്നെയാണ് ചെറുത്. 5 + 1 6 അല്ല, ഓൾറെഡി കിടക്കുന്നത് തന്നെയാണ് ചെറുത്. അതുകൊണ്ട് നമ്മൾ മാറ്റുന്നില്ല. അടുത്തത് 4 3 4 3 ഓൾറെഡി 4ൻ്റെ വാല്യൂ കിടക്കുന്നത് ഡിസ്റ്റൻസ് കിടക്കുന്നത് 5 5 -2 അത് 4 3 എടുക്കുമ്പോൾ 5 -2 അതായത് കിടക്കുന്ന 5നേക്കാളും ചെറിയൊരു വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ഇവിടെ 3 ആക്കും. അടുത്തത് ഈ 4 6 4 6 എടുക്കുന്നത്. 4 നിലവിൽ കിടക്കുന്ന 5 ഡിസ്റ്റൻസ്. 6 കിടക്കുന്ന നിലവിൽ 6ൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ അതിനേക്കാളും ചെറിയൊരു വാല്യൂ നമുക്ക് എടുക്കുമ്പോൾ കിട്ടും. അതായത് ഡിസ്റ്റൻസ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 5 ഈ വെയിറ്റ് -1 അതുകൊണ്ട് ഇവിടെ 4 എന്ന് പറഞ്ഞ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പം 4 6 കണ്ടുപിടുത്ത് 5 7 5 7 നിലവിൽ കിടക്കുന്നത് ഇൻഫിനിറ്റിയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 കിടക്കുന്നത്. അതുപോലെ വെയിറ്റ് 3 അതുകൊണ്ട് ഇൻഫിനിറ്റി മാറ്റി ഇവിടെ 5 + 3 8 ആക്കാൻ പറ്റും. ഇനി ഈ പാത്തോടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ 6 7 6 നിന്നും 7 ഓൾറെഡി കിടക്കുന്ന 6ൻ്റെ വെയിറ്റ് 4 അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പം 7 8നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് ഇവിടെ 8 മാറ്റി നമുക്ക് ഇവിടെ 7 ആക്കാൻ പറ്റും. ഇതാണ് ഒരു പ്രാവശ്യം. അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം? ഇവിടെ നമ്മൾ 6 പ്രാവശ്യം ചെയ്യണം. ഓക്കെ, ഈ 6 പ്രാവശ്യം എന്നുള്ളത് കംപ്ലീറ്റ് ഗ്രാഫൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും വേണ്ടി വരിക. നമുക്ക് അത്രത്തോളമൊന്നും വേണമെന്നില്ല. ചിലപ്പോൾ അതിന് മുമ്പേ റിസൾട്ട് കിട്ടാം. നമുക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ ട്രാവൽസിൽ നോക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ ഒന്നുകൂടെ ചെയ്യും. 1 2 1 നിന്നും 2 എത്ര ദൂരമുണ്ട്? 6 ഈ 6നേക്കാളും ചെറിയ വാല്യൂ ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഇത് മാറ്റാൻ പോകണ്ട. അടുത്ത് 1 3 എടുക്കുകയാണ്. 1 നിന്നും 3 5 പക്ഷേ 5നേക്കാളും ചെറിയൊരു വാല്യൂ ഇവിടെ കിടക്കുന്ന 3 ഇത് തൊടാൻ പോകണ്ട. അടുത്തത് 1 നിന്നും 4 ഓൾറെഡി കിടക്കുന്ന വാല്യൂ ഇത് തന്നെയാണ്, 5 തന്നെയാണ്. അതുകൊണ്ട് ഇതും ചേഞ്ച് ചെയ്യാനില്ല. അടുത്തത് 2 നിന്നും 5 2 നിന്നും 5 പോകേണ്ടത്. അത് ഇവിടെ ഈ കിടക്കുന്ന വാല്യൂ 3 -1 ഇപ്പോൾ ഇവിടെ കിടക്കുന്ന 5 അതുകൊണ്ട് 5 മാറ്റി 3 -1 അതായത് ഡിസ്റ്റൻസ് ഓഫ് 3 കിടക്കുന്നു. ഇതിൻ്റെ പാത്തിൻ്റെ ലെങ്ത്ത് -1 അപ്പോൾ 5നേക്കാളും ചെറിയൊരു വാല്യൂ ഇവിടെ കിട്ടുകയാണ്. 2 പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം അല്ലേ? 2 5. അടുത്തത് 3 2 3 നിന്നും 2 ഓൾറെഡി 3 കിടക്കുന്ന വാല്യൂ 3 -2 1 ഇവിടെ കിടക്കുന്നത് 3 അപ്പം 1 എന്ന് കിട്ടുമ്പോൾ നമുക്ക് അതാണ് ചെറുതെന്നുള്ളത് കൊണ്ട് ഈ 3 മാറ്റി നമുക്കിവിടെ 1 ആക്കാം. എന്തുകൊണ്ടാണ്? 3 -2 1. ഓക്കെ, അപ്പം 3 2 എടുത്തു. അതിനുശേഷം 3 5 3 നിന്നും 5 3 ഓൾറെഡി കിടക്കുന്ന വാല്യൂ 3 അതിൻ്റെ കൂടെ ഡിസ്റ്റൻസ് 1 3 + 1 4 വരേണ്ടത്. പക്ഷേ അതിനേക്കാളും ചെറിയ വാല്യൂ ഇവിടെ ആയതുകൊണ്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പോകണ്ട. അടുത്ത് 4 3 എടുത്തു. 4 നിന്നും 3 പോകണം. 4 കിടക്കുന്ന വാല്യൂ 5 5 നിന്നും -2 പോകുമ്പോൾ 3 അത് ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ നോക്കുന്നു. അടുത്തത് 4 6 4 കിടക്കുന്ന വാല്യൂ 5 4 6 പോകുമ്പം 4 അത് 5 -1 തന്നെയാണ്, കറക്റ്റാണ്, ഈക്വൽ തന്നെയാണ്. അതുകൊണ്ട് മാറ്റാൻ പോകണ്ട. 4 6. അടുത്ത് 5 7 5 നിന്നും 7 പോകാൻ വേണ്ടി ഇപ്പം നിലവിൽ കിടക്കുന്നത് 7 പക്ഷേ നിലവിൽ 5ൻ്റെ വാല്യൂ 2 ഡിസ്റ്റൻസ് 3 2 + 3 5 ആയതുകൊണ്ട് ഈ 7 മാറ്റി നമുക്ക് ഇവിടെ 5 ആക്കാം.
ഇനി 6 7 നോക്കുക. 6ൻ്റെ ഡിസ്റ്റൻസ് 4ആണ്, വെയിറ്റ് ആ പാത്തിൻ്റെ വെയിറ്റ് 3ആണ്. 4 3 7. 7നേക്കാളും ചെറുത് തന്നെ അവിടെ കിടക്കുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ മാറ്റാൻ പോകണ്ട. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഇറ്ററേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. ഇനി മൂന്നാം തവണ നോക്കാം. മൂന്നാം ഇറ്ററേഷനിൽ 1 നിന്ന് 2, 1 2ലേക്ക് ചേഞ്ച് ചെയ്യാൻ വരാൻ പോകുന്നില്ല. കാരണം ഈ പാത്ത് തന്നെയാണ്. 1 നിന്നും 3ലേക്ക് ഈ 5 തന്നെയാണ്. ഓൾറെഡി കിടക്കുന്ന വാല്യൂവിനേക്കാളും വലുതാണ് കിട്ടുന്നത്, അതുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ പോകണ്ട. വലുതാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യരുത്, ചെറുതാണെങ്കിൽ മാത്രമേ ചേഞ്ച് ചെയ്യാവുള്ളൂ. 1 നിന്നും 4ലേക്കുള്ള ഓൾറെഡി കിടക്കുന്ന 5ആണ്, അതിനേക്കാളും ചെറുതാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ മാത്രം റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കുക. ഇത്രയും അങ്ങനെ തന്നെ പോകും. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ 2 നിന്നും 5ലേക്കാണ്. 2 നിന്നും 5ലേക്ക് 2 കിടക്കുന്ന വാല്യൂ 1ആണ്, ഈ വെയിറ്റ് -1ആണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന 2നേക്കാളും ചെറുത് 0 ആയിട്ട് ഇവിടുത്തെ ഇതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടും, 0. ചേഞ്ച് ചെയ്തു. അടുത്തത് 3 നിന്നും 2ലേക്ക്. 3 നിന്ന് 2ലേക്ക് എന്ന് പറയുമ്പോൾ ഓൾറെഡി കിടക്കുന്ന 3ആണ്, അതേ -2 1 ആണ് ഓൾറെഡി കിടക്കുന്നത്, ചേഞ്ച് ചെയ്യാൻ പോകണ്ട. അടുത്തത് 3 നിന്നും 5ലേക്കാണ്. 3 നിന്നും 5ലേക്ക് പോവുകയാണ്. 3ൻ്റെ വാല്യൂ 3ആണ്, ഡിസ്റ്റൻസ് 3ആണ്, വെയിറ്റ് 1ആണ്, 4ആണ്. അതിനേക്കാളും ചെറിയ വാല്യൂ ഇവിടെ കിടക്കുന്നതുകൊണ്ട് മാറ്റാൻ പോകണ്ട. അടുത്തത് 4 നിന്നും 3ലേക്കാണ്. 4 നിന്നും 3ലേക്ക്. 4 നിന്നും 5ആണ്, -2 3 ഓൾറെഡി കിടക്കുന്നത് ആ വാല്യൂ തന്നെയാണ്, അതുകൊണ്ട് 4 നിന്നും 3ലേക്കുള്ളൂ മാറ്റാൻ പോകണ്ട. അടുത്ത 4 നിന്നും 6ലേക്ക്. 4ലെ വാല്യൂ 5ആണ്, -1 4 തന്നെയാണ് ഇവിടെ കിടക്കുന്നത്, അതുകൊണ്ട് ഇത് മാറ്റാൻ പോകണ്ട. അടുത്ത 5 7. 5ൽ നിന്നും 7ലേക്ക് 0 + 3 ആണ് ഇവിടെ കിടക്കുന്നത്, 5ആണ്. അതുകൊണ്ട് ഈ 5 മാറ്റി നമുക്ക് 0 + 3 3 എന്ന് റീപ്ലേസ് ചെയ്യാം. അടുത്ത 6 7. 6ൽ കിടക്കുന്ന വാല്യൂ അതിൻ്റെ ഡിസ്റ്റൻസ് 4ആണ്, കോസ്റ്റ് 3. 4 3 7. 7 എന്നുള്ളത് വലുതാണ് 3ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഇത് മാറ്റാൻ പോകണ്ട. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ നിലവിൽ സാച്ചുറേറ്റഡ് ആയി. നമ്മൾ എത്ര തവണ ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ വാല്യൂ തന്നെ കിട്ടുക, നമുക്ക് നോക്കാം. 1 നിന്ന് 2ലേക്ക് 6, 5, 1 നിന്ന് 4ലേക്ക് 5 കറക്റ്റാണ്. അടുത്തത് 2 നിന്നും 5ലേക്ക്. 2 നിന്നും 5ലേക്ക് 1 - 1 0 തന്നെയാണ്. 3 നിന്നും 2ലേക്ക്. 3 നിന്നും 2ലേക്ക് 3 - 2 1 തന്നെയാണ്, മാറ്റമില്ല. അടുത്തത് 3 നിന്നും 5ലേക്ക്. 3 നിന്നും 5ലേക്ക് 3 + 1 4 വരും, പക്ഷേ ഇത് 0 ആണ്, അത് ചെറുതാണ്, അതുകൊണ്ട് മാറ്റാൻ പോകണ്ട. അതിനുശേഷം 4 നിന്നും 3ലേക്ക്. 4 നിന്നും 3ലേക്ക് 5 - 2 3 അത് തന്നെയാണ്. അടുത്ത് 4 നിന്നും 6ലേക്ക്. 4 നിന്നും 6ലേക്ക് 5 - 1 4 തന്നെയാണ്, മാറ്റമില്ല. അടുത്ത 5ൽ നിന്നും 7ലേക്ക്. 5 0 ആണ്, 7ലേക്ക് 0 + 3 3 തന്നെയാണ്, മാറ്റമില്ല. അടുത്ത 6ൽ നിന്നും 7ലേക്ക്. 6ൽ 4 കിടക്കും, 4 3 7. 7നേക്കാളും ചെറിയ വാല്യൂ 3 ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ ഇനി എത്ര തവണ ഇത് രണ്ടാമത് ചെയ്താലും ഈ സെയിം വാല്യൂ ആണ് ഉണ്ടാവുക, അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഷോർട്ടസ്റ്റ് പാത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. 1ൽ നിന്ന് 2ലേക്ക് 6, 1ൽ നിന്നും 3ലേക്ക് 5, 1ൽ നിന്നും 4ലേക്ക് 5, 2ൽ നിന്നും 5ലേക്ക്, അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂ നമ്മൾ നോക്കുക. ഏറ്റവും ചെറിയ പാത്താണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ബെൽമൻ ഫോർഡിൻ്റെ സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത്. ഇനി ഇതിൻ്റെ ഡ്രോബാക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.